കുന്നംകുളത്ത് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടുന്നതുവരെ അനിശ്ചിതകാല സത്യാഗ്രഹവുമായി പ്രതിപക്ഷം. കുറ്റക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫും AKM അഷ്റഫും നിയമസഭാ കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. പോലീസ് മർദ്ദനത്തിലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സമരപ്രഖ്യാപനം. നടപടിയെടുക്കാൻ ധൈര്യമില്ലെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണമെന്നും VD സതീശൻ പറഞ്ഞു. കുറ്റം ചെയ്തതായി കണ്ടാൽ ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. 2016 മുതൽ 144 പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും ഏതെങ്കിലും ഒരു സംഭവം എടുത്തുകാണിച്ച് കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി ചിത്രീകരിക്കാൻ പറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസുകാരെ പിരിച്ചുവിടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം ഞങ്ങള് ഈ കുറ്റം ചെയ്താല് ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസില് ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പൊ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ നോക്കണം, ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റും. കേരളത്തിൽ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിലുണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുക? 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 36 പോലീസുകാരെ പിരിച്ചുവിട്ടു. അപ്പോൾ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പഴയ ആഭ്യന്തര മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 9 വർഷമായി ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത്. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്താ? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ, വിവിധ ഔദ്യോഗിക ഏജൻസികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത്. സർ, ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ്. ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ, വല്ലോന്റെ മക്കളല്ലേ, എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ. ഒരു നാണവുമില്ല. ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുകയാണ്. DYFIയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത്. DYFI നേതാവിനെ, DYFIക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടിയെടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത്? ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ. നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ്? നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ്
ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തേ മൗനം പാലിച്ചു? നിങ്ങൾ എന്തേ മിണ്ടിയില്ല? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തരമന്ത്രി, ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? കുന്നംകുളം കേസിൽ ആ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി ചെയ്ത അവരെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങ് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ? സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ഇതിനൊരു നടപടിയെടുക്കുന്നത് വരെ വേണം. ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സഭയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, 2.5 മണിക്കൂറിലധികമാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടന്നത്. നിലപാടിൽ ഉറച്ച് സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രി സഭയിൽ വിഷയത്തെ പ്രതിരോധിച്ചത്? സഭയിൽ എന്തൊക്കെ സംഭവിച്ചു?